ജെബിൻ നമ്മുടെ വളരെ ഓൾഡ് ഫ്രണ്ടാണ് ജെബിൻ. പിന്നെ ഇതിന്റെ കൂടെയുള്ള ജിബിൻ ശ്രീകുമാറിനൊക്കെ ആയിട്ട് കേരള ഓർമ്മയിൽ തന്നെയുള്ള ഭയങ്കര പരിചയം. അങ്ങനെ ഈ മീഡിയ പീഡിയനെ കുറിച്ച് പറയുകയും ഇവിടെ വന്നപ്പോൾ ഞാൻ നോർമലി, അതായത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂർ ഒരു സ്റ്റുഡിയോ ഒരാൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം വലുതാവും. കാരണം എറണാകുളം എന്ന് പറയുന്ന പോലെയല്ല, എറണാകുളം ഒരുപാട് സ്റ്റുഡിയോസ് ഉള്ളതാണ്. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മളത്ര വലിയൊരു പ്രതീക്ഷയില്ലാണ്ട് എന്തായാലും ജെബിൻ വിളിച്ചാലേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ വന്നപ്പോൾ ശരിക്കും കണ്ണു തള്ളി. കാരണം ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, പ്ലസ് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറ്, മേക്കപ്പ് റൂം, അങ്ങനത്തെ ഒക്കെ തൃശ്ശൂരത്തെ ആദ്യത്തെയാണ്. പലരും ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള കുറെ ബിസിനസ് മാൻമാര് എന്നോട് തന്നെ കുറെ പേര് പറഞ്ഞു പോഡ്കാസ്റ്റ് ഫ്ലോർ കിട്ടാൻ എളുപ്പമല്ല. പുറമേ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് വരുന്ന ഒരു കേസാണ് ഈ പോഡ്കാസ്റ്റ്. അതെ അതെ. അതിന് ഇങ്ങനെ ഒരു ഫ്ലോറും ഇത്തരം അറേഞ്ച്മെന്റും ഇൻക്ലൂഡിംഗ് ക്യാമറ, ലൈറ്റ് എല്ലാം കൂടി അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ അല്ല, ഓക്കെ, എല്ലാം പഠിച്ച ആൾക്കാരാണ്. ജെബിനാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. 2008 തൊട്ട് ജെബിൻ വർക്ക് ചെയ്യണതാ. ജെബിന്റെ സൗഹൃദങ്ങൾ മാത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീഡിയ പീഡിയക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരു തവണ കൂടി വരേണ്ടി വരും. എന്തായാലും ഗ്രാൻഡ് ആയിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് ഇവിടെ നടത്താം. കാരണം അതിനുള്ള സ്പേസും ഉണ്ട്, അതിനുള്ള ആംബിയൻസും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടേക്ക്. അധികം ഉറങ്ങും. അപ്പോ ജിബിനെ അടിപൊളിയാവട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഗംഭീരാവട്ടെ.